വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വലിയ വീഡിയോ ആണ്. ആദ്യം നമ്മൾക്ക് ചെറിയ മീൻ പിടിക്കണം, എന്നിട്ട് ചെറിയ മീൻ വെച്ച് നമ്മൾക്ക് വലിയ മീൻ പിടിക്കണം. അപ്പോൾ ഇന്ന് ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഇത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. ആദ്യം നമ്മൾക്ക് ചെറിയ മീൻ കിട്ടുമെന്ന് നോക്കാം, എന്നിട്ട് വലിയ മീൻ കിട്ടുന്നത് നമ്മൾക്ക് ആലോചിക്കാം. പക്ഷേ ഇത് ഒരു വലിയ വീഡിയോ ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം എഫേർട്ട് ഈ വീഡിയോൻ്റെ പുറകിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് മണ്ണിര പിടിക്കണം കേട്ടോ. മണ്ണിര നമ്മുടെ പാടത്തുണ്ട്, പാടമല്ല നമ്മുടെ പറമ്പിലുണ്ട്. ആദ്യം നമ്മൾക്ക് മണ്ണിര പിടിക്കൽ ടാസ്ക്കാണ് ഗൈസ്. എനിക്ക് ആദ്യമൊക്കെ ഈ മണ്ണിര കൈകൊണ്ട് തൊടാൻ ഭയങ്കര ഒരു മാതിരി ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അത് കുറച്ച് മാറ്റിയെടുത്തു. ഇപ്പോൾ കുഴപ്പമില്ല, കാരണം നമ്മൾ മണ്ണിര പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് മീൻ കിട്ടുമല്ലോ. ഏത് അത് ഓക്കെ. ഈ സ്പോട്ടിലേക്കില്ലേ കുറേ മണ്ണിരുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയാണ് കളക്കാൻ പോകുന്നത്. കിട്ടി കണ്ട വലിയ മണ്ണിര. ഇത് നോയിക്കോട്ടെ കണ്ട. ഇവന്റെ തലയും പോലൊന്നും ബാക്കി കാണാനില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പാമ്പ് പോലെ ഉണ്ട്, എന്തോ പോലെ ഉണ്ട് കേട്ടോ. വലിയ സാധനം പാമ്പ് പോലെ ഉണ്ട്. പാമ്പ് തന്നെയാണോ പഠിച്ചോനീ? പാമ്പല്ല, മണ്ണിര തന്നെയാണ്. കാണിച്ചരാ. അതോ എന്റെ തല വേർവിട്ട് പോയി. കണ്ട നമുക്ക് ഇതിലെടുത്തിടാ. അയ്യോ, എത്ര വലിയ സാധനം. അവനെന്റെ കയ്യിൽ ഇങ്ങനെ ഇറക്കി പിടിച്ച് ഇതാ പിടിച്ച്. അയ്യോ, അത് കുഞ്ഞതായിരുന്നു. ക്ഷീണിച്ച് 2 ചായ കുടിച്ചിട്ട് ഇനി മീൻ പിടിക്കാൻ പോയാലാ. അപ്പോഴേക്കും സമയമാവും. നമുക്ക് വേഗം തന്നെ മീൻ പിടിക്കാം ഗൈസ്. ഇപ്പം എൻ്റെ ക്ഷീണമൊക്കെ മാറി, നമുക്ക് വലിയ മീൻ പിടിക്കണം. വേടാ ഗൈസ്, ഇവനാണ് നമ്മുടെ നാട്ടിലെ കറുമ്പൻ. ഇവൻ പാവം, എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു വലിയ സ്റ്റോറി ഉണ്ട്. സ്റ്റോറി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇവൻ ആരുമില്ല ഗൈസ്, ഇവൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ പിടിച്ച മീനിനൊക്കെ ഇവനിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. കണ്ടോ, ഇവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ. മീൻ, ചിക്കൻ്റെ കാല് അല്ലേടാ, ചിക്കൻ്റെ കാലൊക്കെ ഇഷ്ടമല്ലേ? മണ്ണിരയിലാണല്ലോ നോട്ടം. അവനിക്കത് ഇഷ്ടമല്ല. ഞാൻ മീൻ പിടിച്ചിട്ട് വരാം കേട്ടോ. വലിയ മീൻ പിടിച്ചിട്ട് വരാം, വലിയ ചെമ്പല്ലി പിടിച്ചിട്ട് വരാം. ബോഡി എനിക്ക്, തല നിനക്ക്. പടച്ചോനി ഗൈസ്, ഞാൻ ചുമ്മാ അങ്ങനത്തെ ഒരു ഇതിൽ പോയിക്കോ. എനിക്ക് പട്ടലിന് പേടിയൊന്നുമല്ല, എന്നാലും അവൻ തിരിഞ്ഞപ്പോൾ ഒരു പേടി. ടാറ്റാ, ഞാൻ മീൻ പിടിച്ചിട്ട് വരാട്ടോ. അപ്പം വിളിക്കാവേ. നമ്മൾ ചെറിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആമക്കുളത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോൾ റോഡ് ഫിഷിംഗ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾക്ക് നോക്കാം ഗൈസ്. കുറച്ച് പരൽ മീനും കുറച്ച് കരിപ്പിടിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, മീനിടാനുള്ള പാത്രം എടുത്തില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. ഗൈസ്, ആമക്കുളത്തിൽ നമ്മൾ പതുക്കെ പോയാലില്ലേ വലിയ മീനുകൾ ഇങ്ങനെ. അത് കണ്ട ഒരു ആമ പോയത് കണ്ട. അപ്പോൾ വലിയ മീനുകൾ ഇവിടെ നോക്ക്. പടച്ചോനെ, കുറേ മീൻ. നമുക്ക് ഇവിടെ എന്തായാലും കുറേ മീൻ കിട്ടുന്ന ഉറപ്പായി. അതല്ലാണ്ടില്ലേ, ഇങ്ങനെ നോക്കിയാൽ വലിയ മീനുകൾ മേലിങ്ങനെ നിൽക്കുന്നത് കാണാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു വരാൽ പോലത്തെ മീൻ പോലെ, പക്ഷെ വരാലല്ല, പക്ഷെ സിലോപ്പി പോലത്തെ മീൻ, പക്ഷെ സിലോപ്പി അല്ല. അങ്ങനത്തെ ഒരു മീൻ ഇങ്ങനെ മേലെ നിൽക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കാറുണ്ട്. എവിടെ എങ്കിരിക്കേ. അവൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. നമ്മൾ ഈ സമയത്ത് വീരണമെന്ന് അവൻ അറിഞ്ഞു തോന്നുന്നു. എവിടെയും കാണല്ലേ. അവിടെ ഒരു മീൻ പൊളച്ചുട്ടാ. അപ്പം നമ്മളെന്തായാലും നമ്മുടെ സാമഗ്രികളൊക്കെ സെറ്റാണ്. നമ്മൾക്ക് ഇവിടുന്ന് ഒരു 10 ചെറിയ മീൻ പിടിക്കാം കേട്ടോ. അതോ എത്രയോ മീൻ പഠിച്ചു. മീനീ കുറേ മീനുണ്ട് കേട്ടോ. മീനുണ്ട്, പക്ഷെ ഒന്നും കൊത്തുന്നില്ലല്ലോ. കണ്ടോ, എത്രയോ മീൻ, പക്ഷെ കൊത്തുന്നില്ല. കണ്ട, ആ ഫ്ലോട്ടിൻ്റെ അവിടെ പോയിട്ടാണ് മീനുകൾ പോയി നിൽക്കണത്. അതിൻ്റെ അടിയിൽ തീറ്റുള്ള കാര്യം ഇവന്മാർക്ക് അറിയില്ലേ ഗൈസ്. ഇവിടെ ആരോ കൂടോത്രം അല്ല കേട്ടോ, ഇത് ഫിഷ് ട്രാപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഫിഷ് ട്രാപ്പ് ആയിരിക്കും, പക്ഷെ കൂടോത്രം പോലെ ഉണ്ട്. എന്തായാലും നമ്മൾ മീൻ ഇവിടെ ഒന്നും കൊത്തുന്നില്ല. നമ്മളൊക്കെ സ്പോട്ട് മാറ്റി ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. കൊത്തുണ്ട് കേട്ടോ, കൊത്തുണ്ട്. അയ്യാ, പോയാ. അതെന്താ സംഭവിച്ചേ? ശരിടാ, നല്ല പോലെ കൊത്തിയായിരുന്നു കേട്ടോ. അയ്യോ, ഒരുത്ത അവിടെ തിന്നോണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ അതിന് പിടിച്ച് വലിച്ച് ശല്യം ചെയ്ത്. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾക്കൊരു കുഞ്ഞു കരിപ്പിടി കിട്ടിയിട്ടോ. കൊത്തുന്നുണ്ട്. അമ്മ പോയി. അയ്യോ, വലിയ മീനായിരുന്നു. ശേടാ, അയ്യോ, അത് പോയിട്ടാ.
അതെന്നിട്ട് ഏറെ കൂടെ പോണത്? ആ കരിപ്പിടിൻ്റെ കുട്ടി. ആ കിട്ടി 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 കിട്ടി. ആ അടുത്ത കരിപ്പിടി കിട്ടി. ഇത് കുറച്ച് വലുതാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു കുഞ്ഞ് കരിപ്പിടിയാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒരു 4-5 മീനായിട്ടുണ്ട്. നമുക്ക് ഇവനെ വെച്ച് പോവാം എന്തായാലും. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി നോക്കാം. അമ്മീ എന്താ ആയാ ഗൈസ്, അപ്പം നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് 5 മീൻ പിടിച്ചിട്ടുണ്ട്. ഒരു പരലും 4 കരിപ്പിടിയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ വലിയ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി സ്പോട്ടിലേക്ക് പോകുന്നത്. ഗൈസ് എക്സൈറ്റഡ് ആണോ? ഇന്ന് നമ്മൾ ഉറപ്പായി ഇന്നൊരു മീൻ പിടിച്ചിരിക്കും. കാരണം നമ്മൾക്ക് 5 മീനുണ്ട്. ആ 5 മീനിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും നമ്മൾ പൊക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തോ അത്? ബോട്ട് ഉണ്ടോ? നല്ല ബോട്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ സാഹസികത നിറഞ്ഞിട്ട് നമ്മൾ മഴയൊക്കെ കൊണ്ടിട്ട് നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പരൽമീനുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു മീന് പിടിക്കണം, ഒരു ചെമ്പല്ലി പിടിക്കണം. അതാണ് ഇന്ന് നമ്മുടെ ടാർഗറ്റ്. വലുതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. ഗൈസ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സംഭവം എന്താന്നല്ലേ, ഇങ്ങനെ വന്നപ്പോൾ കണ്ടതില്ലേ, മൂത്രപ്പുര പുരുഷൻ. ഇവിടെയോ ഗൈസ്, അപ്പൊ നമ്മള് കുറച്ച് മീനിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇലയും ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ മീൻ ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഇതിൽ ഒരുത്തനില്ലേ ചാടിയിട്ട് റോട്ടിൽ പോയി. ഞാൻ അങ്ങനെ റോട്ടിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾക്ക് ഇവിടെ നിന്ന് മീനിനെ പൊക്കണം. കാണിച്ചു തരാം കേട്ടോ എത്ര മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു തരാവേ. അയ്യോ, ഇതിങ്ങനെ വെച്ചില്ലെങ്കിൽ മീനൊക്കെ ചാടി പോവും. കണ്ടാ എത്ര ഉണ്ട് തന്നിട്ട്? 2, 4, 6, 7, 8. യെസ്, ഒന്നും പോയിട്ടില്ല. അത് അതുപോലെ വെക്കണം. ഇത് കുറച്ച് ടഫാണ്. എന്നാലും നമ്മൾ അതുപോലെ വെച്ചില്ലെങ്കിൽ ഓമാരൊക്കെ ചാടി പോവും. നല്ല ചാൻസ് കൂടുതലാണ് ചാടി പോവാൻ. അപ്പം ഇങ്ങനെ വെക്കുക. ഈ ഇല എടുക്കുക. നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ കോട്ടിൻ്റെ കളറ്. ഈ ഇലൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ? എന്നിട്ട് ഇല ഇങ്ങനെ വെക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ വെക്കുക. എങ്ങനെയെങ്കിലൊക്കെ ഇരിക്കട്ടെ. അപ്പം നമ്മൾക്ക് എന്തായാലും അംഗം തുടങ്ങാം ഗൈസ്. കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. മഴ വന്നുകൊണ്ടേ ഇരിക്കണ്ട. അതുകൊണ്ട് നമ്മൾ കോട്ടൊന്നും അഴിക്കണില്ല കേട്ടോ. മഴ വന്ന എന്താ ഒരു സീന്, നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഈ ഒരു കുഞ്ഞ വെയിറ്റ് ആണ്. ഇവിടെ ഇത്ര മതി. കാരണം ഓളം ഇല്ല, പിന്നെ തിരയൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഹുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണത്? അതെ, ഒരു അച്ചാച്ചൻ വരുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തൊരു മീൻ പൊളച്ചിട്ടോ വലുത്. അച്ചാച്ചന് മീൻ കിട്ടിയെന്തോ അല്ലേ? എനിക്ക് അങ്ങനെയൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് ഗൈസ്. സോ നമ്മൾ ഈ ഒരു ഹുക്കാണ് യൂസ് ചെയ്യണത്. ഇത് മതിയാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കാം നമുക്ക്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനെ മീൻ ഹുക്കിൽ കോർക്കണത് കാണുമ്പോൾ ആർക്കെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ മതി കേട്ടോ. ഞാൻ കണ്ണ് തുറക്കേണ്ട സമയത്ത് ഞാൻ പറയാം കേട്ടോ. അതേ വീണ്ടും മീന്. അയ്യോ, എനിക്ക് സന്തോഷമാവുന്നു. അതിന് ഞാനിതിനെ സന്തോഷപ്പെടണേ, മീന് കിട്ടണ്ടല്ലേ ഫസ്റ്റ്. അയ്യോ, ഇവനാണെങ്കിൽ വഴിക്കിട്ടൊരു രക്ഷയില്ല. എടാ മിണ്ടാതിരിക്കടാ കേട്ടോ. ഇതിൻ്റെ മുള്ളിൽ കൊള്ളാണ്ട് ഇടണമെന്നാ പറയാറ്. പക്ഷെ മുള്ളിപ്പോൾ എവിടെ പോയി തപ്പും? ഓക്കെ ഗൈസ്, കണ്ണടച്ചവരൊക്കെ കണ്ണ് തുറന്നോളൂ. നമുക്കിനി ഇവനെ വേഗം തന്നെ ഇടാം, അല്ലെങ്കിൽ ചത്ത് പോകട്ടോ. അല്ലെങ്കിൽ ഇപ്പം ചത്തിട്ടുണ്ടാവും. നമുക്ക് വേഗം പടച്ചോനെ, നമ്മൾ ഒരു മീൻ പിടിക്കണം. ഇന്നൊരു മീൻ പിടിക്കണം ഗൈസ്. ചെമ്പല്ലി പരല് തിന്നുമല്ലോ അല്ലേ? ചെമ്പല്ലിനെ പരല് തിന്നുമല്ലോ അല്ലേ? അങ്ങനെ പറയുക. തിന്നുമായിരിക്കും. എന്തായാലും നോക്കാം. പടച്ചോനെ, നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഒരു മീൻ കിട്ടണേ. ഇത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരുന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഗൈസ്. എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ സംസാരിക്കണത്? കുറച്ച് കമൻസ് വരാറുണ്ട് കേട്ടോ, മിണ്ടാതിരിക്കുക എന്നാലേ മീൻ കിട്ടുള്ളൂ, വാചകം നിർത്ത് എന്നിട്ട് മീൻ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ. നിങ്ങളോടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നമ്മൾ കുറച്ച് നേരമായി മാറി ഇട്ട് നോക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ഫസ്റ്റത്തെ മീനാണ്. അവൻ ചത്തിട്ടില്ല, കുറച്ച് ജീവനുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് കുറച്ച് നേരം ഇവിടെ ഇടാം കേട്ടോ.
ഇവിടെ ഇടാം. ഇവിടെ എന്തോ മീൻ സ്ട്രൈക്ക് ചെയ്യണ പോലെയൊക്കെ എനിക്ക് 2 ദിവസത്തിന് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ശരി ഇവിടെ ഇടാം. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇടാം. ഗൈസ് നമ്മൾ പല സ്ഥലത്തും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രോഗ്രസ് ഒന്നും ഇല്ല. നമുക്ക് കുറച്ച് ദൂരേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ദൂരെ ഇട്ട് വെച്ചിട്ട് ഇത് എവിടെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് നിന്നൊന്നും മതിയായി. നമുക്ക് അടുത്ത മീനിനെ കോർക്കാം കേട്ടോ. ഇത് 2ാമത്തെ മീനാണ്. ഇപ്പം കുറച്ച് വലുതാണ്. അപ്പം നമുക്കിനി ഇവനെ കോർത്ത് കുറച്ച് നേരം ട്രൈ ചെയ്യാം. ഗൈസ് ഞാനിപ്പോഴില്ലേ ഈ സംഭവത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ. ഞാൻ അതിൻ്റെ ഉള്ളിൽ വല്ല മീൻ ഒളിച്ചിരിക്കണമെങ്കിൽ വന്നോട്ടെ, വന്ന് തിന്നോട്ടെ. അങ്ങനെയെങ്കിലും ഒരു മീൻ, ഒരു കണി കാണാൻ പോലും ഒരു മീൻ കാണാനില്ലല്ലോ പഠിച്ചനെ. ഗൈസ് ഇന്ന് വഞ്ചിയിൽ ആരും ഇല്ല കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് മീൻ കിട്ടില്ല എന്ന്. ഗൈസ് ഇപ്പോൾ സമയം 12:30 ആയി. നല്ല ചൂടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ സൂര്യനെ കാണാൻ. വെട്ടം കൂടി. നമ്മളെത്ര മീൻ ഉപയോഗിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഇലകളൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇപ്പം കാണിച്ചു തരാം. കുറേ മീൻ, ഇനി 5 മീൻ, 8 മീൻ കൊണ്ടുവന്നു കേട്ടോ. 3 മീൻ ഉപയോഗിച്ചുള്ളൂ, ബാക്കി 4 മീൻ ഇതിലുള്ളൂ. ഒരുത്തൻ ചാടിപ്പോയി. നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൂടിയോ പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ് 3 മണിക്കൂറത്തെ ഫിഷിങ്ങിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. മടുത്തു. ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് വേറെ മീൻ പുതിയത് അങ്ങനെ 3 മീനും പരീക്ഷിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫിഷിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലില്ലേ എക്സസൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ വന്നപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾ പറയും ആൾ എക്സസൈസ് എന്നാണെന്ന്. അപ്പം ഓക്കെ. പിന്നെ ആൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അഭിമാന നിമിഷം. അപ്പോൾ നമ്മൾ എന്നിട്ട് കുറച്ച് നേരം കൂടി ട്രൈ ചെയ്തു. കാര്യമൊന്നുമില്ല ഗൈസ്, നമ്മൾക്ക് മാത്രമല്ല ആർക്കും കിട്ടിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് പുറകിൽ എൻ്റെ 2 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്തു, നമ്മൾ പിടിച്ചതൊക്കെ മൊത്തം കരിപ്പിടിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഫുള്ള് പരലാണ്. ആരെങ്കിലും നോട്ട് ചെയ്തോ? അതെന്താ കാരണം വെച്ചാൽ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ കരിപ്പിടിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആ ചെമ്പല്ലി പിടിക്കാൻ പോവാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ കരിപ്പിടി പിടിച്ചിട്ട് വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ 6 മണിയൊക്കെ ആയപ്പോഴാണ് മഴ തോന്നുന്നത്. പിന്നെ നമ്മൾ അത്രയും ദൂരം പോയിട്ട് കാര്യമില്ല. അപ്പോൾ എന്നിട്ട് അപ്പോഴേക്കും കരിപ്പിടി ചെറുതായിട്ടൊക്കെ ചാവാറായി. അപ്പം എന്ത് വിചാരിച്ചു, അതാ അവിടെ ഇരുന്നോട്ടെ, നമ്മൾക്ക് വേറെ പുതിയതായിട്ട് കുറച്ച് മീനുകൾ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മീനുകളൊക്കെ പിടിച്ചത് ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ പിടിച്ചത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തായാലും ഒരു മീൻ കിട്ടുന്നുള്ളത് പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഒരു ആക്ടിവിറ്റിയില്ല. അയ്യോ, ഞാൻ അവിടെ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിലാണ് മീനൊക്കെ വന്ന് നിൽക്കുക. അവിടെ നിന്ന് കുറേ നോക്കി, പക്ഷേ മീനൊന്നും കിട്ടിയില്ല ഗൈസ്. ആർക്കും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്നാലും ഇത്രയും 2 ദിവസം നമ്മൾ ഇതിന് വേണ്ടി, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ട് അത് ഒട്ടും റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല സങ്കടം. കുഴപ്പമില്ല. ആ സങ്കടത്തിൽ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പ് ഗൈസ്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല. നമ്മൾ ആ ചെറിയ പരൽമീനൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോയതാണ്, ചായയൊക്കെ കുടിച്ചിട്ട്. പിന്നെ ഇപ്പോൾ സമയം 1:30 ആയി. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.